ടീച്ചേഴ്സ് ഡയറി. ആധുനിക കഥാകൃത്തായ പ്രഭാത് എഴുതിയ ബീർ ബഹൂട്ടി എന്ന കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. നമുക്ക് ഇനി പറയാനുള്ളത് ഈ കഥയുടെ ക്ലൈമാക്സ് ആണ്. അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ 2 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് അതിന്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 2 ഭാഗങ്ങൾ കാണുക, അതിനുശേഷം ഈ 3ാമത്തെ ഭാഗത്തിലേക്ക് വരിക. ആദ്യത്തെ 2 ഭാഗങ്ങളിൽ നമ്മൾ കഥയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്? ആദ്യം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത് സാഹിലും ബേലയുമാണ് ഈ കഥയുടെ പ്രധാന കഥാപാത്രങ്ങൾ. അവർ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഒരുമിച്ചാണ് അവർ സ്കൂളിൽ പോയിരുന്നതും വന്നിരുന്നതും. സ്കൂളിൽ പോകുന്ന സമയത്ത് നേരത്തെ ഇറങ്ങി അവർ ബീർ ബഹൂട്ടികളെ തിരയുമായിരുന്നു. പിന്നെ നമ്മൾ കണ്ടതാണ് അവർ പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി കടയിൽ പോകുന്ന രംഗങ്ങളൊക്കെ. പിന്നെ അവർ ക്ലാസ്സിൽ ഒരുമിച്ചാണ് ഇരുന്നിരുന്നത്. അവരുടെ ഒരുമയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളിലും അവർ ഒരുപോലെയായിരുന്നു, ഒരുമിച്ചാണ് ചെയ്തിരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടു. 2ാമത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും കണ്ടത് അവിടെ ഗണിത അധ്യാപകനായിരുന്ന സുരേന്ദ്രജിയെ കുട്ടികൾക്കെല്ലാം വളരെ ഭയമായിരുന്നു. കാരണം അദ്ദേഹം ചെറിയ തെറ്റുകൾക്ക് പോലും കുട്ടികളെ കഠിനമായി ശിക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബേലയ്ക്ക് അവിടെ വെച്ചുണ്ടായിരുന്ന ഒരു ദുരനുഭവമാണ് നമ്മൾ ആ ഭാഗത്ത് കണ്ടത്. ആ ഒരു സംഭവം ബേലയെ വല്ലാതെ വിഷമിപ്പിച്ചു. സാഹിലിന്റെ മുൻപിൽ അവൾ നാണക്കേട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ദീപാവലിയുടെ അവധി കഴിഞ്ഞിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് തിരിച്ചു വരികയാണ്. വരുന്ന സമയത്ത് ബേലയ്ക്ക് തലയിൽ ഒരു മുറിവേറ്റിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഒരു വെളുത്ത ബാൻഡേജ് വെച്ചിട്ട് അവളെ ചുറ്റി കെട്ടിയൊക്കെയാണ് വന്നത്. സാഹിലിനത് വളരെ സങ്കടകരമായ ഒരു സംഭവമായിരുന്നു. അതുപോലെ മറ്റു കുട്ടികൾ അവളെ ഓരോ പേരുകളൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്നു. അതിനുശേഷം ഒരു ഞായറാഴ്ച സാഹില് തന്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ കാലിൽ ഒരു ആണി തറച്ച് കയറി ഒരു മുറിവേറ്റു. ആ മുറിവ് വെച്ച് കെട്ടാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നു. അവിടെ അവൻ ബേലയെ കാണുകയാണ്. ബേല തന്റെ തലയിലെ ബാൻഡേജ് അഴിച്ചു കെട്ടാൻ വേണ്ടി വന്നതായിരുന്നു. ആ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഭാഗം, ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവർ പഠിക്കുന്ന സ്കൂള് 5ാം ക്ലാസ് വരെയുള്ളൂ. അപ്പൊ അറിയാം അവരിപ്പോ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കടയിൽ വെച്ച് മഷി നിറയ്ക്കാൻ പോയ സമയത്ത് വളരെ സങ്കടത്തോടെയാണ് സാഹില് പറഞ്ഞത് ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ കാരണം ഇതാണ്, ആ സ്കൂള് 5ാം ക്ലാസ് വരെയുള്ളൂ. 6ാം ക്ലാസ്സിലേക്ക് പാസ്സാകുന്ന സമയത്ത് അവർക്ക് മറ്റു സ്കൂളിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഒരുമിച്ച് തന്നെ ആകുമോ എന്നുള്ളത് അവർക്ക് അറിയില്ല. അതായിരുന്നു സാഹിലിന്റെ സങ്കടത്തിന്റെ കാരണം. അപ്പൊ ഇനി റിസൾട്ട് വരുന്ന കാര്യവും അതിനുശേഷം അവർ പിരിഞ്ഞു പോകുന്ന ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ കഥയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. 5वीं कक्षा का रिजल्ट आ गया, दोनों छठी में आ गए. ये स्कूल 5वीं तक ही था. 5वीं कक्षा का रिजल्ट आ गया. कक्षा मीन्स क्लास. 5ാം ക്ലാസിന്റെ റിസൾട്ട് വന്നു. ആ ഗയ വന്നു. ദോനോ രണ്ടുപേരും छठी में आ गए. രണ്ടുപേരും 6ാം ക്ലാസ്സിലെത്തി. ये स्कूल 5वीं तक ही था. ഈ സ്കൂൾ 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5वीं 5ാം ക്ലാസ്, തക്ക് വരെ, ഹീദ ആയിരുന്നു. സാഹിൽ അബ് തും കഹാ പഠോഗേ? ബേലാനെ പൂച്ച. ബേല സാഹിലിനോട് ചോദിക്കുകയാണ്, സാഹിൽ അബ് തും കഹാ പഠോഗേ? സാഹിൽ അബ് തും ഇപ്പോ നീ കഹാ പഠോഗേ എവിടെയാണ് പഠിക്കാൻ പോകുന്നേ? അപ്പോ അതിന് മറുപടി പറയുന്നതിന് പകരം സാഹിൽ തിരിച്ച് ഒരു ചോദ്യമാണ് അവളോട് ചോദിക്കുന്നത്. ഓർ തും കഹാ പഠോഗി ബേല? പിന്നെ നീ എവിടെയാണ് പഠിക്കുന്നത് ബേല എന്ന് സാഹിൽ ചോദിക്കുകയാണ്. അപ്പോ ബേല മറുപടി പറയാണ്, മേരെ പാപ്പ കഹ രഹേ थे कि तुझे രാജകീയ കന്യാ പാഠശാല में पढ़ाएंगे और तुम? അപ്പോ നമ്മുടെ ബേല പറയാണ്, മേരെ പാപ്പ കഹ രഹേ थे कि എൻ്റെ പപ്പ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പറയായിരുന്നു, തുജെ നിന്നെ രാജകീയ കന്യാ പാഠശാലാമേം പഠായെങ്കി, നിന്നെ രാജകീയ കന്യാ പാഠശാലാമേം ആ ഗേൾസ് സ്കൂളിലാണ് നിന്നെ പഠിപ്പിക്കുന്നത്. ഓർ തും നീയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സാഹിൽ മറുപടി പറയാണ്, മുझे अगले साल अजमेर भेज देंगे, वहां एक हॉस्टल है, घर से दूर, वहां अकेला रहूंगा. അപ്പൊ സാഹിൽ മറുപടി പറഞ്ഞത് എങ്ങനെയാണ്, മുझे अगले साल എന്നെ അടുത്ത വർഷം അജ്മീർ ഭേജ് ദേങ്കെ അജ്മീറിലേക്ക് അയക്കും, ഭേജ് ദേങ്കെ അയക്കും. വഹാം ഏക് ഹോസ്റ്റൽ ഹേ അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. ഘർ സേ ദൂർ വീട്ടിൽ നിന്ന് അകലെ. വഹാം അകേല രഹൂങ്ക അവിടെ തനിച്ച് താമസിക്കേണ്ടി വരും. അകേല മീൻസ് തനിയെ. ക്യോം സാഹിൽ? അപ്പൊ അവള് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് സാഹിൽ? അപ്പൊ സാഹിൽ പറയാണ്,
പത നഹി ക്യോ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ബേല തുടർന്ന് ചോദിക്കുകയാണ്, तो यानी कि अब तुम फुलेरा में ही नहीं रहोगे, അപ്പോൾ നീ ഇനി ഫുലേരായിൽ താമസിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് ബേല. സാഹിൽ പറയാണ്, നഹീം തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാന. അപ്പോൾ അവൻ പറയാണ്, ഇല്ല. പക്ഷേ ഇത്രയും ആയപ്പോഴേക്കും സാഹിലിന് സങ്കടം വല്ലാതെ വന്നിരുന്നു. ബേലയ്ക്കും വളരെ സങ്കടമായി എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ വിഷയം മാറ്റാൻ വേണ്ടിയാണ് അവൻ ചോദിക്കുന്നത്, തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാന, നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിച്ചു തന്നെ എന്ന് പറയാണ്. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ. സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഔർ ബേല സാഹിൽ കാ, ബേല സാഹിലിന്റെയും റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരെ കി കോയി ചീസ് കോ ചൂ കർ ദേഖ് രഹേ ദേ. ഇതെന്താ പറയുന്നേ? ആജ് ഇന്ന്, ആഖിരി ബാരി അവസാനമായിട്ട്, വേ ഏക് ദൂസരെ കി കോയി ചീസ് ഒരാൾ മറ്റേയാളുടെ ഒരു സാധനം, ഏതെങ്കിലും ഒരു വസ്തു, ചൂക്കർ ദേഖ് രഹേ ദേ തൊട്ടു നോക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവര് പിരിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളോട് കഥാകൃത്ത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അവസാനമായാണ് ഒരാൾ മറ്റൊരാളുടെ വസ്തു തൊട്ടു നോക്കുന്നത്. തുമാരി ആഗ്മേം ആംസു ക്യോ മാരേ ഹേ ബേല. അപ്പൊ സാഹിൽ ചോദിക്കുകയാണ്, തുമാരി ആഗ്മേം ആംസു ക്യോ ആരേ ഹേ ബേല. ബേല, നിന്റെ കണ്ണിൽ എന്തുകൊണ്ടാണ് കണ്ണുനീർ വന്നിരിക്കുന്നത്? അപ്പൊ ബേല പറയാണ്, മുझे क्या पता, എനിക്ക് എങ്ങനെ അറിയാം. ബേലാനെ ഡബ് ഡബായി ആംഖോം സേ ഹംസേ ഹുയേ കഹാ. അവൾ നിറ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം സാഹിൽ ചോദിക്കുകയാണ്, തുമാരി ആഗ്മേം ആംസു ക്യോ ആരേ ഹേ ബേല, എന്തുകൊണ്ടാണ് നിന്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീര് വരുന്നേ ബേല? അപ്പൊ ബേല പറഞ്ഞു, എനിക്ക് എങ്ങനെ അറിയാം. ബേലാനെ ഡബ് ഡബായി, ഡബ് ഡബായി മീൻസ് നിറഞ്ഞു നിൽക്കുന്ന, നിറഞ്ഞു തുളുമ്പുന്ന, ആംഖോം സേ കണ്ണുകളാൽ, ഹംസേ ഹുയേ കഹാ ഈ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ വെച്ചുകൊണ്ട് തന്നെയാണ്, ഈ നിറ കണ്ണുകളോടെ അവള് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. സാഹിൽ കി ആംഖേം ബീർ ബഹൂട്ടി കി തരഹ് ലാൽ ഹോനെ ലഗി ദി. സാഹിലിന്റെ കണ്ണുകൾ ബീർ ബഹൂട്ടി കി തരഹ്, ബീർ ബഹൂട്ടികളെ പോലെ, ലാൽ ഹോനെ ലഗി ദി വളരെ ചുവന്നിരുന്നു. ഔർ ഉൻമേ ബാരിഷ് കി ബൂന്തോം സ പാനി ഭർ ഗയാ താ. അത് മാത്രമല്ല അവന്റെ കണ്ണുകളിൽ മഴത്തുള്ളികൾ പോലെ, ബാരിഷ് കി ബൂന്തോം സ പാനി മഴത്തുള്ളികൾ പോലെ വെള്ളം ബർഗയാദ നിറഞ്ഞിരുന്നു. ബേല കഹനെ ലഗി. അപ്പോ ഇത് കണ്ടപ്പോ ബേലയ്ക്കും സങ്കടമായി. അവന്റെ കണ്ണുകളും വല്ലാതെ ചുവന്ന് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ബേല അവന്റെ സങ്കടം മാറ്റാൻ വേണ്ടി, അവന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി പറയാണ്, മേ ചിടാവും അപ്തുമേ, ഞാൻ നിന്നെ ഇപ്പൊ ദേഷ്യം പിടിപ്പിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. രോനി സൂരജ് സാഹിൽ, രോനി സൂരജ് സാഹിൽ. അപ്പൊ അവള് പറയാണ്, മേ ചിടാവു അപ്തുമേ, ഞാൻ നിന്നെ ഒന്ന് ചുണ്ടി പിടിപ്പിക്കട്ടെ. രോനി സൂരജ് സാഹിൽ. രോനി സൂരജ് സാഹിൽ എന്ന് പറഞ്ഞാൽ കരയുന്ന മുഖമുള്ള സാഹിലെ എന്ന് വിളിച്ച് അവള് കരയാണ്. സൂരജ് എന്ന് പറഞ്ഞാൽ ഫേസ് അല്ലെങ്കിൽ മുഖം. അപ്പോൾ രോനി സൂരജ് സാഹിൽ, രോനി സൂരജ് സാഹിൽ എന്ന് വിളിച്ച് അവള് ഇവനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഇനി ഇത്രയും കഴിയുമ്പോഴത്തേനും ഇവർ തമ്മിലുള്ള സംഭാഷണം കഴിയാണ്. അപ്പൊ ഇവർ തമ്മിൽ എന്തായിരുന്നു ഇവിടെ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ? 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. രണ്ടുപേരും 6ാം ക്ലാസ്സിലെത്തി. സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ, ഇനി നീ എവിടെ പഠിക്കും എന്ന് ബേല ചോദിക്കുന്നു. നീ എവിടെയാണ് ബേല പഠിക്കുന്നത്? സാഹിൽ തിരിച്ചു ചോദിക്കുന്നു. എന്നെ രാജകീയ കന്യാ സ്കൂളിൽ പഠിപ്പിക്കുമെന്ന് എൻ്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. നീയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് അയക്കും. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് അവിടെ താമസിക്കും. എന്തുകൊണ്ടാണ് സാഹിൽ? എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ നീ ഇനി ഫുലേരായിൽ താമസിക്കില്ലേ? ഇല്ല. നിന്റെ പ്രോഗ്രസ് കാർഡ് നോക്കട്ടെ. സാഹിൽ ബേലയുടെ പ്രോഗ്രസ് കാർഡും ബേല സാഹിലിന്റെ പ്രോഗ്രസ് കാർഡും നോക്കുകയായിരുന്നു. ഇന്ന് അവസാനമായിട്ട് ഒരാൾ മറ്റൊരാളിന്റെ വസ്തു തൊട്ടു നോക്കുകയായിരുന്നു. എന്താണ് ബേല, നിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്? എനിക്ക് എങ്ങനെ അറിയാം? നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് ബേല പറഞ്ഞു. സാഹിലിന്റെ കണ്ണുകൾ മഴപ്പക്കിയെ എന്ന പോലെ, അതായത് ഇവിടെ ബീർ ബഹൂട്ടിയെ പോലെ ചുവക്കാൻ തുടങ്ങിയിരുന്നു. അവയിൽ മഴത്തുള്ളികൾ പോലെ വെള്ളം നിറഞ്ഞിരുന്നു. ബേല ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ? കരയുന്ന മുഖമുള്ള സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ. ഇനി ഈ രണ്ട് സുഹൃത്തുക്കളും വേർപിരിഞ്ഞു പോകുന്ന ഭാഗമാണ് കഥാകൃത്ത് നമ്മളോട് ഈ കഥയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബാരിഷേം ആനേമേം ടേഡ് മഹീന ബാക്കീദ. മഴ വരുവാനായിട്ട് ടേഡ് മീൻസ് 1.5 ഒന്നര മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ യഹ് ബാരിഷോം സെ പെഹ്ലെ കി ബാരിഷ് കാ ഏക് ദിൻ താ. ലേക്കിൻ പക്ഷേ
യഹ് ബാരിഷോം സേ പെഹലെ, ഇത് മഴക്കാലത്തിന് മുൻപുള്ള ബാരിഷ് കാ ഏക് ദിൻ താ, മഴയുടെ ഒരു ദിവസമായിരുന്നു. ആസ്മാൻ മേം ഗഡായെ ഗിരി ദി, ആകാശം മേഘാവൃതമായിരുന്നു. ഗഡായെ മീൻസ് ക്ലൗഡ്സ്, ഗിരിദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവൃതമായിരുന്നു അല്ലെങ്കിൽ ചുറ്റപ്പെട്ടിരുന്നു എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ ആകാശം മേഘാവൃതമായിരുന്നു. ധൂൾ ബരി തേസ് ഹവായൻ ചൽ രഹി ദി, പൊടി നിറഞ്ഞ ശക്തിയേറിയ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ധൂൾ മീൻസ് പൊടി, ഭരി നിറഞ്ഞിരിക്കുന്ന, തേസ് സ്ട്രോങ് അല്ലെങ്കിൽ ശക്തിയുള്ള, ഹവായൻ കാറ്റ്, ചൽ രഹി ദി വീശുന്നുണ്ടായിരുന്നു. പാനി ബരസ് രഹാദ, മഴ പെയ്യുന്നുണ്ടായിരുന്നു. फुलेरा कस्बे के बादल छाई एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? പാനി ബരസ് രഹാദ, മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഫുലേര കസ്ബേക്ക്, ഫുലേര ജംഗ്ഷന്റെ, ബാദൽ ചായി മേഘം നിറഞ്ഞ, മേഘത്തിന്റെ തണലുള്ള, എക് ഗലി മേം ഒരു തെരുവിൽ, 5वीं से 6वीं में चली गई 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ, എക് ലഡ്കി ഒരു പെൺകുട്ടി, ജാരഹീദി പോകുന്നുണ്ടായിരുന്നു. ഹുസ്കെ ബുരേ ബാൽ, അവളുടെ തവിട്ട് നിറമുള്ള മുടി. ബുരേ മീൻസ് തവിട്ട് നിറമുള്ള, ബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി, തവിട്ട് നിറമുള്ള മുടി. ബീർ ബഹൂട്ടിയോം കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ ദേ, അവളുടെ തവിട്ട് നിറമുള്ള മുടി ബീർ ബഹൂട്ടികളെ പോലെ ചുവന്ന നിറമുള്ള റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. ബന്ധേദേ കെട്ടിവച്ചിരുന്നു. ദൂസരി ദിശാക്കോ, അതിന്റെ രണ്ടാമത്തെ ദിശയിൽ, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ദിശയിൽ, ജാതി ഏ ഗലീമേം, അതായത് ബേല പോകുന്ന തെരുവിന് ഓപ്പോസിറ്റ് പോകുന്ന ഒരു തെരുവിൽ, 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था, അതിന് ഓപ്പോസിറ്റ് ഉള്ള തെരുവിൽ കൂടെ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ 11 വയസ്സുള്ള ഒരു ആൺകുട്ടി പോകുന്നുണ്ടായിരുന്നു. इसकी पिंडली में बीर बहूटी के रंग का सा 1 इंच लंबा चोट का निशान था. ആ ആൺകുട്ടിയുടെ പിണ്ടലിമേ, പിണ്ടലി മീൻസ് കാൽവെണ്ണ, കാൽവെണ്ണയിൽ, ബീർ ബഹൂട്ടി കെ രംഗ് ക, ബീർ ബഹൂട്ടിയുടെ നിറമുള്ള, 1 ഇഞ്ച് 1 ഇഞ്ച്, ലംബ മീൻസ് ആഴമുള്ള, ചോട്ട്, ചോട്ട് മീൻസ് മുറിവ്, ക നിശാൻ ദ മുറിവിന്റെ അടയാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മഴക്കാലം വരാൻ 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ അത് മഴക്കാലത്തിന് മുൻപേ മഴ പെയ്ത ഒരു ദിവസമായിരുന്നു. ഇവിടെ കഥാകൃത്ത് മഴ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 2 കുട്ടികളുടെയും സങ്കടം നിമിത്തം അവര് കരഞ്ഞിരുന്നു. അപ്പൊ അവരുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണുനീർ തുള്ളികളാണ് ഇവിടെ മഴയായിട്ട് അദ്ദേഹം പറയുന്നത്. ആകാശം മേഘാവൃതമായിരുന്നു. ആകാശം മേഘാവൃതമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മഴ പെയ്യുമ്പോൾ ആകാശം കാർമേഘത്താൽ മൂടിയിരിക്കും. ഇവിടെ ഈ കുട്ടികളുടെ മനസ്സിലായിരുന്നു കാർമേഘം. പൊടി കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു, അതായത് പൊടി കൊണ്ട് നിറഞ്ഞ ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവരുടെ മനസ്സിൽ ഒരുപാട് സങ്കടം അലയടിക്കുന്നുണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫുലേര നഗരത്തിലെ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലെത്തിയ ഒരു പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ തവിട്ട് നിറത്തിലുള്ള മുടി ബീർ ബഹൂട്ടിയുടെ നിറത്തിലുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു ദിശയിലേക്ക് പോകുന്ന, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് 2 പേരും 2 സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ദിശയിലേക്ക് പോകുന്ന തെരുവിലൂടെ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് എത്തിയ 11 വയസ്സുള്ള ഒരു ആൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ കാൽവെണ്ണയിൽ മഴപ്പക്കിയുടെ നിറത്തിൽ 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവിന്റെ അടയാളം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ബീർ ബഹൂട്ടി എന്ന പ്രാണിയുടെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവർ ഒരേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ബീർ ബഹൂട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. അവർ വയലുകളിൽ ബീർ ബഹൂട്ടികളെ അന്വേഷിച്ചിരുന്നു. ഇവർ വേർപിരിയുന്ന സമയത്ത് ആ ബീർ ബഹൂട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ സൗഹൃദത്തിന്റെ നിശാൻ, അടയാളം ഇവരുടെ മനസ്സിൽ ബാക്കിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ബേലയുടെ മുടി ഈ ബീർ ബഹൂട്ടിയുടെ നിറമുള്ള റിബൺ കൊണ്ട് കെട്ടിവച്ചിരുന്നു എന്നും നമ്മുടെ സാഹിലിന്റെ കാലിൽ ബീർ ബഹൂട്ടിയുടെ നിറത്തിലുള്ള ഒരു മുറിവിന്റെ അടയാളം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നത്. അവര് എങ്ങനെ പിരിഞ്ഞു പോയാലും ആ സൗഹൃദം എന്നും അവരിൽ നിലനിൽക്കും. അപ്പൊ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്താണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ സൗഹൃദം നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. നിങ്ങളുടെ സൗഹൃദം എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ.
ഇപ്പൊ നമ്മളുടെ കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ കഥ വളരെ മനോഹരമായ ഒരു കഥ തന്നെയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വരുന്നത് ഈ ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പൊ ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് അതിന്റെ ആൻസേഴ്സ് പറയാം, പിന്നെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് അടുത്ത വീഡിയോകളിലെല്ലാം ഉൾപ്പെടുത്താം. അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. बादल को देखकर गधे को नहीं दुलाना चाहिए, दुकानदार ने ऐसे क्यों कहा? മേഘത്തെ കണ്ടുകൊണ്ട് കുടം ഒഴുക്കിക്കളയരുത്, കച്ചവടക്കാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ എന്തുകൊണ്ടാണ് കച്ചവടക്കാരൻ ഇങ്ങനെ പറഞ്ഞത്? അത് പറയാനുണ്ടായ സാഹചര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം ഇതാണ്. സ്യാഹി ഭർവാനെ के लिए साहिल ने कलम की स्याही छिड़का दी, लेकिन दुकान से स्याही नहीं मिली. इस प्रसंग में दुकानदार ने ऐसे कहा, इसका मतलब यह है कि आगे कोई वस्तु मिलने की उम्मीद में अपने पास जो कुछ है उसे छोड़ देना कभी अच्छा नहीं होगा. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മഷി നിറയ്ക്കാൻ വേണ്ടി സാഹിൽ പേനയിലെ മഷി ഒഴുക്കിക്കളഞ്ഞു, എന്നാൽ കടയിൽ നിന്ന് മഷി കിട്ടിയതുമില്ല. ഈ സന്ദർഭത്തിലാണ് കടക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം അല്ലെങ്കിൽ സന്ദർഭം. ഈ സന്ദർഭത്തിലാണ് കടക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ കടക്കാരൻ പറയുന്നതിനുള്ള കാരണം അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വസ്തു കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മുടെ കയ്യിലുള്ളത് ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ ഉമ്മീദ് മേം എന്നല്ലെങ്കിൽ ആ വാക്കിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതീക്ഷാ മേം എന്ന് ചേർക്കാം. ഉമ്മീദ് മേം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അത് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ. അപ്പൊ ഇതാണ് ഈ ഉമ്മീദ് എന്ന വാക്കിന്റെ അർത്ഥം. അതിന് പകരമുള്ള വാക്ക് നിങ്ങൾക്ക് ഈ വാക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പ്രതീക്ഷാ മേം എന്ന് ചേർക്കാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം. ജബ് വഹ് ഉസ്കെ പാസ് ആകർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി ക്യോं? അവൾ അവന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട്? നമുക്കറിയാം എന്തുകൊണ്ടാണ് ആ സാഹചര്യം, എങ്ങനെയാണ് ആ സാഹചര്യം ഉണ്ടായത്. സുരേന്ദർജി, ഗണിതാധ്യാപകനായ സുരേന്ദർജി ഇവളെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പൊ അത് ഇവൾക്ക് വല്ലാത്തൊരു സങ്കടമായി. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവന്റെ മുഖത്ത് നോക്കാൻ പോലും അവൾക്ക് കഴിയാതിരുന്നത്? സുരേന്ദർ മാസ്റ്റർ ജി बेला पर क्रुद्ध होकर उसके बाल पकड़ा. साहिल के सामने ऐसा हुआ, यह बेला को अच्छा नहीं लगा, इसलिए वह साहिल से नजर नहीं मिला पाई. സുരേന്ദർ മാസ്റ്റർജി ദേഷ്യപ്പെട്ട് ബേലയുടെ മുടിയിൽ പിടിച്ചു. സാഹിലിന്റെ മുൻപിൽ വെച്ചാണ് അങ്ങനെ സംഭവിച്ചത്. ഇത് ബേലയ്ക്ക് നല്ലതായി തോന്നിയില്ല, അതുകൊണ്ടാണ് അവൾക്ക് സാഹിലിന്റെ മുഖത്ത് നോക്കാൻ കഴിയാതിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. इन बच्चों को अपने चारों ओर गिरते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? കുട്ടികൾ തന്റെ ചുറ്റും കളിക്കുന്നത് കണ്ട് നിന്ന ഗാന്ധി പ്രതിമയുടെ ഭാവം കണ്ടാൽ അത് എന്നത്തേക്കാളും കൂടുതൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നുമായിരുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? बापूजी बच्चों को बहुत प्यार करते थे. खुशी के साथ खेलते बच्चों को देखकर गांधी जी की मूर्ति अधिक प्रसन्नता हुई होगी. यही लेखक का मतलब है. ബാപ്പുജി കുട്ടികളെ വളരെ സ്നേഹിച്ചിരുന്നു. സന്തോഷത്തോടുകൂടി കളിക്കുന്ന കുട്ടികളെ കണ്ട് ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് കൂടുതൽ സന്തോഷം തോന്നിയിട്ടുണ്ടാകും. ഇതാണ് ലേഖകൻ പറഞ്ഞതിന്റെ അർത്ഥം. നാലാമത്തെ ചോദ്യം. യഹ് ബാരിഷ് സെ പെഹ്ലെ കി ബാരിഷ് കാ ഏക് ദിൻ ഥാ, കഹാനി കെ പ്രസംഗ് മേ യഹ് കേസെ സാർത്ഥക് ഹോത്താ ഹൈ? മഴക്കാലത്തിന് മുൻപേ മഴ പെയ്ത ഒരു ദിവസമായിരുന്നു ഇത്. കഥയിലെ സന്ദർഭത്തിൽ ഇതെങ്ങനെ സാർത്ഥകമായി? बेला और साहिल अलग अलग जगहों पर अलग अलग स्कूलों में पढ़ने वाले हैं. इस बात पर वे दुखी हुए और उनकी आंखें भर गई. यह लेखक को बारिश से पहले की बारिश लगी. ബേലയും സാഹിലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സ്കൂളുകളിൽ പഠിക്കുന്നവരാണ്. ഇക്കാര്യത്തിൽ അവർ വേദനിക്കുകയും അവരുടെ കണ്ണുകൾ നിറയുകയും ചെയ്തു. ഇത് ലേഖകന് മഴക്കാലത്തിന് മുൻപുള്ള മഴയായി തോന്നി. ഇനി 12ാമത്തെ പേജിൽ തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് മിലാൻ കരേം, അതായത് നമ്മളോട് യോജിപ്പിച്ച് എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത് സാഹിൽ കി ആംഖേം, ചൽത്തി ബിർബഹൂട്ടിയാം, സാഹിൽ കെ ആംസു, സാഹിൽ കി ചോട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേം, ബീർബഹൂട്ടി കി തരഹ് ലാൽ, ബീർബഹൂട്ടി കാ രംഗ്, ബാരിഷ് കി ബൂന്തേം.
അപ്പോൾ ഇതിൽ മാച്ചിങ് ആയിട്ടുള്ളത് നമ്മൾ യോജിപ്പിച്ച് എഴുതണം. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. സാഹിൽ കി ആംഗേം, സാഹിൽ കി ആംഗേം നമ്മൾ എന്തുമായിട്ടാണ് ലേഖൻ അല്ലെങ്കിൽ കഥാകൃത്ത് പറഞ്ഞിരിക്കുന്നത്? ബീർ ബഹൂട്ടി കി തരഹ് ലാൽ, ബീർ ബഹൂട്ടിയെ പോലെ ചുവന്നിരുന്നു. ചൽത്തി ബീർ ബഹൂട്ടിയാം, ചൽത്തി ബീർ ബഹൂട്ടിയാം, ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന ബീർ ബഹൂട്ടികളോട് എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ചൽത്തി ഫിർത്തി ഗൂൻകി പ്യാരി പ്യാരി ബൂന്തേം, ചുറ്റിത്തിരിയുന്ന അരുമയായ രക്തകണങ്ങളോടാണ് ബീർ ബഹൂട്ടികളെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. സാഹിൽ കെ ആംസു, സാഹിലിന്റെ കണ്ണുനീരിനെ എന്തിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്? ബാരിഷ് കി ബൂന്തേം, മഴത്തുള്ളികളോട്. സാഹിൽ കി ചോട്ട്, സാഹിലിന്റെ മുറിവിനെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ബീർ ബഹൂട്ടി കാ രംഗ്, ബീർ ബഹൂട്ടിയുടെ നിറത്തോട്. അടുത്ത ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത് പ്രത്യേക് കി തുലന കിസ്കെ സാത്ത് കി ഗയി ഹെ ലിഖേ, നമ്മളോട് ഏതൊക്കെ സാദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഏതിനോടൊക്കെയാണ് ഉപമിച്ചിരിക്കുന്നത്, ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന ഉപമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരെണ്ണം നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. സാഹിൽ കി ലാൽ ആങ്കോം കി തുലന ബീർ ബഹൂട്ടി സേ കി ഗയി ഹെ, അപ്പോൾ സാഹിലിന്റെ നിറഞ്ഞ ചുവന്ന കണ്ണുകൾ ബീർ ബഹൂട്ടികളോടാണ് ഇവിടെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഉപമിച്ചിരിക്കുന്നത്. അതുപോലെയുള്ള ഉപമകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ചൽത്തി ബീർ ബഹൂട്ടിയോം കി തുലന ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തോം സേ കി ഹെ. അപ്പൊ ഇവിടെ ഭൂമിയിൽ ചുറ്റിത്തിരിയുന്ന ഈ മഴപ്പക്കികളെ അല്ലെങ്കിൽ ബീർ ബഹൂട്ടികളെ ഭൂമിയിൽ ചുറ്റിത്തിരിയുന്ന അരുമയായ രക്തകണങ്ങളോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. സാഹിൽ കെ ആംസുവോം കി തുലന ബാരിഷ് കി ബൂന്തോം സേ കി ഹെ. അതുപോലെ സാഹിൽ കി ചോട്ട് കി തുലന ബീർ ബഹൂട്ടി കെ രംഗ് സേ കി ഹെ. ഇനി ഒരെണ്ണം കൂടെയുണ്ട്. ബേലാ കെ റിബൺ കെ രംഗ് കി തുലന ബീർ ബഹൂട്ടി കെ രംഗ് സേ കി ഹെ. അടുത്ത ആക്ടിവിറ്റി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കഹാനി കി ഘടനാവും കു സൂചിബന്ദ് കരേം, കഥയിലെ സംഭവങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ കഥയെ ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് പറയുന്നത് എളുപ്പം ഇങ്ങനെയാണ്. നമ്മളൊരു ഫിലിം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം കാണുന്ന പോലെ ഈ കഥ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത്. അപ്പൊ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഗീലി ജമീൻ പർ ബേല ഔർ സാഹിൽ ക ബീർ ബഹൂട്ടിയോം കോ ഗോജന. ഇവിടെ നനഞ്ഞു കിടക്കുന്ന ആ ഭൂമിയിൽ അല്ലെങ്കിൽ മണ്ണിലിരുന്നിട്ട് ഇവർ ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. പിന്നെ എന്താണ്? പേനയും സ്യാഹി ബർണേജാണ്, പേനയിൽ മഷി നിറയ്ക്കാൻ പോകുന്നത്. ആ സംഭാഷണത്തിന് ശേഷം അവര് കടയിലേക്ക് മഷി നിറയ്ക്കാനായിട്ട് പോവുകയാണ്. പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ദുക്കാൻദാർ സെ ബാത്ചീത് കർണ, ഈ കടയിലുള്ള ഈ കടക്കാരനുമായിട്ടുള്ള സംഭാഷണം അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം കക്ഷാമേം ബേല ഔർ സാഹിൽ ദോനോം കാ പഠന, രണ്ടുപേരും സ്കൂളിൽ ക്ലാസ്സിൽ ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളതും അവരുടെ ഒരുമയെ കുറിച്ചൊക്കെ പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ബേല കി സാത്ത് ഗണിത് കെ അധ്യാപക് സുരേന്ദർ ജി കാ വ്യവഹാർ, ബേലയോട് സുരേന്ദർ ജിയുടെ മോശമായ അല്ലെങ്കിൽ സുരേന്ദർ ജിയുടെ പെരുമാറ്റം. ദെൻ അടുത്തത് ചുട്ടി കെ ദിൻ ഗർമേം സാഹിൽ കാ പേട് കി ഡാലി മേം ജൂൽന, അവധി ദിവസം സാഹില് വീടിന്റെ മുൻപിലുള്ള മരക്കൊമ്പിൽ ഇങ്ങനെ ആടി കളിക്കുന്നത്. സർക്കാരി അസ്പതാൽ മേം ബേല ഔർ സാഹിൽ കാ മിലൻ, സർക്കാർ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സാഹിലും ബേലയും തമ്മിലുള്ള കണ്ടുമുട്ടൽ. പാഞ്ച്വീം കക്ഷാം കാ റിസൾട്ട് ആനെ പർ ബേല ഔർ സാഹിൽ കാ ആപസ് മേം മിലൻ, ഈ റിസൾട്ട് വന്നതിന് ശേഷം ഇവർ തമ്മിലുള്ള കണ്ടുമുട്ടൽ. ദോനോം കാ വിജുഡൻ ഹോന, രണ്ടുപേരും വേർപിരിയുന്ന ഒരു കാഴ്ച. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ വൺ വേർഡ്സും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി പറ്റുന്നതെല്ലാം തന്നെ നമുക്ക് വീഡിയോയിൽ പറയാം. ഇനി അത് കൂടാതെ എന്തെങ്കിലും വന്നാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഈ കഥ നല്ല പോലെ വായിക്കുക. ഓരോ കഥാപാത്രങ്ങളും പറഞ്ഞിരിക്കുന്ന ഡയലോഗ്, ഓരോ സാഹചര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് പട്കഥയാണ്, തിരക്കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറയും. അപ്പൊ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യം എന്താണോ അതനുസരിച്ച് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതണം. അപ്പൊ സ്ക്രിപ്റ്റ് എഴുതാൻ നിങ്ങൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ ഡയറി ചോദിക്കാറുണ്ട്. ചിലപ്പോൾ സാഹിൽ എഴുതുന്ന ഒരു ഡയറി അല്ലെങ്കിൽ ബേല എഴുതുന്ന ഡയറി ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഡയറി എഴുതുന്ന അതിന് ഒരു പ്രത്യേക ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഡയറി എഴുതാനായിട്ട്.
പിന്നെ ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഫസ്റ്റ് പേഴ്സണിലാണ് നമ്മൾ എഴുതുക. ഇപ്പം നമ്മൾ സ്വയം ഇപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ബേല എഴുതുന്ന ഡയറിയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേലയായി സങ്കല്പിക്കുക. നിങ്ങളെ ബേലയായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ഡയറി എഴുതുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പിന്നെ ലെറ്റർ ചോദിക്കാറുണ്ട്. അപ്പോൾ ലെറ്റർ അല്ലെങ്കിൽ പത്രം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫോർമാറ്റ് അറിയണം. അപ്പോൾ ലെറ്റർ എഴുതാണ് ഇൻഫോർമൽ ലെറ്റർ ആണ്, അതിന്റെ ഫോർമാറ്റ് അനുസരിച്ച് തന്നെ നിങ്ങൾ ലെറ്റർ എഴുതുക. പിന്നെ ചരിത്ര, അതായത് സ്വഭാവ സവിശേഷത. നമുക്ക് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ തന്നിട്ട് ആ കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് എഴുതാൻ ചോദിക്കാറുണ്ട്. ബേലയാവാം, സാഹിലാവാം, അല്ലെങ്കിൽ സുരേന്ദർജി, ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷത ചോദിക്കാം. പിന്നെ ചോദിക്കാൻ പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് പറയാം. അതുകൂടാതെ എല്ലാവരും ഈ പാഠം നല്ല പോലെ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം.